നമസ്കാരം. ജി കെ ക്രാഷ് കോഴ്സിന്റെ ആദ്യ ക്ലാസ്സിന് നിങ്ങൾ നൽകിയ പ്രോത്സാഹനത്തിന് ആദ്യമേ നന്ദി പറയുന്നു. ഇന്ന് ജി കെ ക്രാഷ് കോഴ്സ് സീരീസിലെ മൂന്നാമത്തെ ക്ലാസ് ആണ്. ഞാൻ അജിത് സുനേരു. ഏവർക്കും ആസ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പതിവ് പോലെ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ആദ്യമേ ഈ പറഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിലെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. ലോകത്തെ ഏറ്റവും കൂടുതലുള്ള മനുഷ്യവംശം ഏതാണ്? ഇതാണ് ആദ്യത്തെ ചോദ്യം. ലോകത്തെ ഏറ്റവും കൂടുതലുള്ള മനുഷ്യവംശം ഏതാണ്? മംഗ്ലോയിഡ് ആണ്, നീഗ്രോയിഡ് ആണ്, പുഷ്മൻ ആണ്, ആസ്ട്രലോയിഡ് ആണ്? എന്താ ഉത്തരം എന്തോ ആയിക്കോട്ടെ, അതല്ല ഇവിടുത്തെ വിഷയം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയ ഭാഗത്തുനിന്ന് തുടങ്ങാം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയ ഒരു ഭാഗമുണ്ട്. എന്താണ്? ആധുനിക മനുഷ്യൻ രൂപം കൊണ്ടത് ഏത് കാലഘട്ടത്തിലാണ് എന്നൊരു ചോദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആധുനിക മനുഷ്യൻ രൂപം കൊണ്ട കാലഘട്ടം ഏതാണ്? അത് പ്രാചീന ശിലായുഗത്തിന്റെ അവസാനത്തിലാണ്, അല്ലെ? പ്രാചീന ശിലായുഗത്തിന്റെ അവസാനത്തിലാണ്. ശിലായുഗം എന്ന് പറഞ്ഞ മൂന്ന് ഈ പറഞ്ഞ യുഗങ്ങളുണ്ട്. പ്രാചീന ശിലായുഗമുണ്ട്, മധ്യശിലായുഗമുണ്ട്, നവീന ശിലായുഗമുണ്ട്. ഇതിലെ ആധുനിക മനുഷ്യ രൂപം കൊണ്ടത് പ്രാചീന ശിലായുഗത്തിന്റെ അവസാനമാണ്. ആ സമയത്ത് മനുഷ്യന്റെ ആയുധങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ശിലകളാണ്. ശിലകൾ ആയുധമായിട്ട് ഉപയോഗിച്ച മനുഷ്യൻ, ആ പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യനെ അതുകൊണ്ട് തന്നെ കോൾസൈറ്റ് മനുഷ്യൻ എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള ചോദ്യമാണ്. കോൾസൈറ്റ് മനുഷ്യൻ. കോൾസൈറ്റ് മനുഷ്യൻ ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ ഏത് കാലഘട്ടത്തിലാ? പ്രാചീന ശിലായുഗത്തിൽ. കോൾസൈറ്റ് എന്ന് പറയുന്ന ഒരു തരം പാറയാണ്. കോൾസൈറ്റ് മനുഷ്യൻ എന്നറിയപ്പെടുന്ന മനുഷ്യൻ, അല്ലെ, അത് പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യനാണ്. വേറൊരു ചോദ്യം, മനുഷ്യനുണ്ടായ ഭൂഖണ്ഡം എവിടെയാ? മനുഷ്യൻ രൂപം കൊണ്ട ഭൂഖണ്ഡം ഏതെന്ന് ചോദിച്ചാലോ, ഏത് വൻകരയിലാണ് മനുഷ്യൻ രൂപം കൊണ്ടത് എന്ന് ചോദിച്ചാലോ, അത് ആഫ്രിക്കയിലാണ്, അല്ലെ? ആഫ്രിക്കയിലാണ്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷെ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് ഈ അടുത്ത കാലത്തുള്ള ഒരു സംഭവ വികാസമാണ്. 5 ലക്ഷത്തോളം വർഷം പഴക്കമുള്ള ഒരു മനുഷ്യന്റെ തലയോട്ടി ഈ ഒരു രാജ്യത്ത് നിന്ന് ഈ അടുത്ത കാലത്ത് ശാസ്ത്രജ്ഞർക്ക് കിട്ടി. 5 ലക്ഷം വർഷത്തോളം പഴക്കമുള്ള ഒരു മനുഷ്യന്റെ തലയോട്ടി ശാസ്ത്രജ്ഞർക്ക് കിട്ടി. ഏത് രാജ്യത്ത് നിന്ന് കിട്ടി? ഉത്തരം എത്യോപ്യ. ഉത്തരം ഏതാണ്? എത്യോപ്യ, അല്ലെ? എത്യോപ്യ ആഫ്രിക്കയിലെ ഒരു രാജ്യം തന്നെ. എത്യോപ്യയുടെ തലസ്ഥാനമാണ് ആഡിസ് അബാബ. കഴിഞ്ഞ ദിവസം സൗത്ത് സുഡാന്റെ തലസ്ഥാനമാണ് ജൂബ എന്ന് പഠിച്ചായിരുന്നു. ഐക്യരാഷ്ട്ര സംഘടനയിൽ നിലവിൽ 193 രാജ്യങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ അംഗമായ രാജ്യമാണ് സൗത്ത് സുഡാൻ എന്നും പറഞ്ഞായിരുന്നു. അപ്പൊ അത്രയും കാര്യങ്ങൾ പറഞ്ഞു നിർത്തുന്ന അവസരത്തില് വീണ്ടും ഒരു കാര്യത്തിലോട്ട് വരുന്നു. ആധുനിക മനുഷ്യൻ രൂപം കൊണ്ട സമയത്ത് ജർമ്മനിയിൽ ഉണ്ടായിരുന്ന മനുഷ്യവംശം ഏതാണെന്ന് ചോദിച്ചാലോ, ആധുനിക മനുഷ്യൻ രൂപം കൊണ്ട സമയത്ത് ജർമ്മനിയിൽ ഉണ്ടായിരുന്ന മനുഷ്യവംശം ഏതാണ്? ജർമ്മനിയിൽ ഉണ്ടായിരുന്ന മനുഷ്യവംശമാണ് നിയാണ്ടർത്തൽ മനുഷ്യൻ. ആധുനിക മനുഷ്യന്റെ രൂപ സമയത്ത് ജർമ്മനിയിൽ രൂപം കൊണ്ട മനുഷ്യ വിഭാഗം ഏത്? നിയാണ്ടർത്തൽ മനുഷ്യൻ. ഫ്രാൻസിൽ ഉണ്ടായിരുന്ന മനുഷ്യ വിഭാഗമോ? ഫ്രാൻസിൽ ഉണ്ടായിരുന്ന മനുഷ്യ വിഭാഗമാണ് ക്രോമാഗ്നൻ, അല്ലെ? ക്രോമാഗ്നൻ മനുഷ്യൻ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിയാണ്ടർത്തൽ മനുഷ്യൻ എന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങോട്ട് ഞാൻ തിരിഞ്ഞു പോകരുത്. ജർമ്മനിയിൽ ഉണ്ടായതാണ് നിയാണ്ടർത്തൽ. ക്രോമാഗ്നൻ ഉണ്ടായത് ഫ്രാൻസിലാണ്, ഫ്രാൻസിൽ, അല്ലെ? ഇന്ന് ഈ പറഞ്ഞ വിഭാഗങ്ങളുണ്ടോ? ഇല്ല. ഇന്ന് ഈ വിഭാഗങ്ങളെല്ലാം വിവാഹ ബന്ധങ്ങളിലൂടെ കാലാന്തരത്തില് ഈ പറഞ്ഞ ഹോമോസാപ്പിയൻസിൽ ലയിച്ചു. ഇന്ന് ഇതെല്ലാം ഏതിനകത്താണ്? ഹോമോസാപ്പിയൻസിലാണ്, അല്ലെ? ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന മനുഷ്യൻ ഒറ്റ സ്പീഷീസിലുള്ള ജീവിയാണ്. ഒറ്റ സ്പീഷീസിലുള്ള ജീവിയാണ്. അതായത് ഈ പറഞ്ഞ ഒരുപാട് സ്പീഷീസ് മനുഷ്യനില്ല, ഒറ്റ സ്പീഷീസേ ഉള്ളൂ, കേട്ടോ. അപ്പൊ അതില് ഈ പറഞ്ഞ സ്പീഷീസ്, മനുഷ്യന്റെ സ്പീഷീസ് എന്തെന്ന് ചോദിച്ചാലോ, മനുഷ്യന്റെ സ്പീഷീസ് സൂചിപ്പിക്കുന്ന പദമാണ് സാപ്പിയൻസ്. മനുഷ്യന്റെ സ്പീഷീസ് സാപ്പിയൻസ്. മനുഷ്യന്റെ ജനുസ് ഏതെന്ന് ചോദിച്ചാലോ, മനുഷ്യന്റെ ജനുസ് ആണ് ഹോമോ സാപ്പിയൻ. ജനുസ് ഹോമോ, സ്പീഷീസ് സാപ്പിയൻസ്. അപ്പൊ ഒരു കാര്യം പിടികിട്ടിയില്ലേ? എന്താണ് പിടികിട്ടിയത്? ഹോമോ സാപ്പിയൻസ്, അതായത് ശാസ്ത്രീയ നാമങ്ങൾ ജീവികൾക്ക് നൽകുമ്പോ അതിനകത്ത് ഈ പറഞ്ഞ എത്ര പേരുകൾ ഉണ്ടാവും? 2 പേരുകൾ ഉണ്ടാവും. 2 പേരുകൾ ഉണ്ടാവും. ദി നാമം ഉണ്ടാവും, അല്ലെ? ആ പറഞ്ഞ ജീവികൾക്ക് ഇങ്ങനെ പേര് കൊടുക്കുന്ന സംവിധാനത്തിന് പറയുന്നതാണ് ദി നാമ പദ്ധതി. ദി നാമ പദ്ധതി, അതായത് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഈ ദ്വിനാമ പദ്ധതി, അതായത് ജീവികൾക്ക് ഇങ്ങനെ പേര് കൊടുക്കുന്ന ഈ പറഞ്ഞ രീതിക്ക് തുടക്കം കുറിച്ച ആ ശാസ്ത്രജ്ഞനാണ് കാൾ ലിന്നേയസ്. അതായത് ദ്വിനാമ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആര്? ദ്വിനാമ പദ്ധതിയുടെ ഉപജ്ഞാതാവാണ് കാൾ ലിന്നേയസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ. കാൾ ലിന്നേയസ്. ഇദ്ദേഹത്തിനെയാണ് നമ്മള് ടാക്സോണമിയുടെ പിതാവ് എന്നും പറയുന്നത്. ടാക്സോണമിയുടെ പിതാവ് വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ്. ടാക്സോണമി വർഗീകരണ ശാസ്ത്രം. എന്താണ് വർഗീകരണ ശാസ്ത്രം? വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവികളെ ചെറിയ ചെറിയ വിഭാഗങ്ങളായിട്ട് തരംതിരിക്കും. വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവികളെ ചെറിയ ചെറിയ വിഭാഗങ്ങളായിട്ട് തരംതിരിക്കും. സാദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവയെ ഒരു വലിയ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. ഇതാണ് ടാക്സോണമി, വർഗീകരണം.
ആ വർഗീകരണത്തിന്റെ പിതാവാണ്, ദി നാമ പദ്ധതിയുടെ ഉപജ്ഞാതാവാണ് ആര്? കാൾ ലിന്നയസ്. അപ്പൊ ഈ പറഞ്ഞ പേരുകളിൽ നമുക്ക് ചില പേരുകൾ ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കാം, ചില ഉദാഹരണങ്ങൾ നോക്കാം. ഉദാഹരണത്തിന് ഫെലിസ്, ഫെലിസ് കാറ്റസ്, ഫെലിസ് കാറ്റസ്. ഫെലിസ് കാറ്റസ് എന്തായിരിക്കും? പേര് കേൾക്കുമ്പോഴേ അറിയാം. ഫെലിസ് കാറ്റസ് പൂച്ചയാണ് അല്ലെ. പക്ഷെ ഫെലിസ് ഡൊമസ്റ്റിക്ക എന്നായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. കുഴപ്പമില്ല, ഫെലിസ് ഡൊമസ്റ്റിക്ക പണ്ട് അങ്ങനെ പറയുമായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടി ഉപയോഗിക്കുന്ന വാക്ക് ഫെലിസ് കാറ്റസ് എന്നാണ്. ഇപ്പൊ നമുക്ക് ഫെലിസ് കാറ്റസ്, അവിടെ ഈ പറഞ്ഞ രണ്ട് പേര്. കാനിസ് ഫെമിലിയാരിസ്, കാനിസ് ഫെമിലിയാരിസ്. കാനിസ് ഫെമിലിയാരിസ് എന്ന് പറയുന്നത്, ഫെമിലിയാരിസ് എന്ന് പറയുന്നത് എന്താ? കാനിസ് ഫെമിലിയാരിസ് എന്ന് പറയുന്നത് നായ. മനുഷ്യൻ ആദ്യമായിട്ട് ഇണക്കി വളർത്തിയ ജീവി ഏത്? നായ. അപ്പൊ കാനിസ് ഫെമിലിയാരിസ്, കാനിസ് ഫെമിലിയാരിസ്, മനുഷ്യൻ ആദ്യമായിട്ട് ഇണക്കി വളർത്തിയ ജീവി എന്ന് പറയുന്നത് നായയാണ്. മധ്യശിലായുഗത്തിലാണ്. ഏത് ശിലായുഗത്തിൽ? പ്രാചീന ശിലായുഗത്തിൽ ആദ്യം മനുഷ്യൻ രൂപം കൊണ്ടു. മനുഷ്യൻ മൃഗങ്ങളെ ഇണക്കി വളർത്തുന്നത് എപ്പോഴാണ്? ഈ പറഞ്ഞ മധ്യശിലായുഗത്തിലാണ്. മനുഷ്യൻ കൃഷി തുടങ്ങുന്നത് എപ്പോഴാണ്? നവീന ശിലായുഗത്തിലാണ്. മനുഷ്യൻ കൃഷി തുടങ്ങുന്ന നവീന ശിലായുഗത്തിൽ, മൃഗങ്ങളെ ഇണക്കി വളർത്തുന്ന മധ്യശിലായുഗത്തിൽ, മനുഷ്യൻ ഈ പറഞ്ഞ ആധുനിക മനുഷ്യൻ രൂപം കൊണ്ടത് പ്രാചീന ശിലായുഗത്തിൽ. എന്തായാലും കാനിസ് ഫെമിലിയാരിസ് എന്താണ്? നായ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗാലസ്, 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 ഗാലസ് എന്ന് പറയുന്നത്, ഗാലസ്, ഗാലസ് ഡൊമസ്റ്റിക്ക എന്നാണ് മുഴുവൻ പേര്. ഗാലസ്, ഗാലസ് എന്ന് പറയുന്നത് എന്താണ്? ഗാലസ്, ഗാലസ് എന്ന് പറയുന്നത് കോഴിയാണ്, കോഴിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് കാര്യം നോക്കിയാലും നമുക്ക് മനസ്സിലാവും ഏത് ജീവികളുടെയും ശാസ്ത്രീയ നാമം നൽകുമ്പോൾ അതിനകത്ത് എത്ര പേരുകൾ കൊടുത്തിട്ടുണ്ട്? 2 പേരുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ രീതിയാണ് ദി നാമ പദ്ധതി. ഇതിന്റെ ഉപജ്ഞാതാവാണ് കാൾ ലിന്നയസ് എന്ന് പറയുന്ന ആൾ. ഇനി വേറൊരു കാര്യം കൂടി, ഈ ദി നാമ പദ്ധതിയിൽ ജീവികൾക്ക് പേര് കൊടുക്കുമ്പോ ഏത് ഭാഷയിലാണ് ഈ പറഞ്ഞ പേര് കൊടുക്കുന്നത്? പേരുകളെല്ലാം കൊടുത്തിരിക്കുന്നത് ലാറ്റിൻ ഭാഷയിലാണ്. പേരുകൾ കൊടുത്തിരിക്കുന്ന ഏത് ഭാഷയിലാണ്? ലാറ്റിൻ ഭാഷയിലാണ് അല്ലെ. മൂലകങ്ങൾക്ക്, രസതന്ത്രത്തില് മൂലകങ്ങൾക്ക് പേരുകൾ പലതും നൽകിയിരിക്കുന്ന ഏത് ഭാഷയിലാണ്? ലാറ്റിൻ ഭാഷയിലാണ് അല്ലെ. ഇപ്പൊ സോഡിയം, സോഡിയത്തിന്റെ ലാറ്റിൻ നാമമാണ് നാട്രിയം. അതുകൊണ്ട് ഈ പറഞ്ഞ അതിന്റെ ആദ്യത്തെ അക്ഷരങ്ങൾ ഈ പറഞ്ഞ Na അതിന്റെ ഈ പറഞ്ഞ പ്രതീകമായി കൊടുത്തു. സോഡിയത്തിന് SO എന്നല്ല കൊടുത്തത്, Na എന്നാണ് കൊടുത്തത്. എന്തുകൊണ്ടാണ്? ആ മൂലകത്തിന്റെ ലാറ്റിൻ നാമം എന്ന് പറയുന്നത് ഈ പറഞ്ഞ നാട്രിയം എന്നായതുകൊണ്ട്. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ ജീവികൾക്ക് പേര് കൊടുക്കുന്നു. ആ പേര് കൊടുക്കുന്നത് ഏത് ഭാഷയിൽ? ലാറ്റിൻ ഭാഷയിൽ. അപ്പൊ അതിനകത്ത് വേറൊരു കാര്യം കൂടി, ടാക്സോണമി വർഗീകരണമാണല്ലോ. ടാക്സോണമി എന്ന് പറയുന്ന തരംതിരിവാണല്ലോ. ആ തരംതിരിവിലെ ഏറ്റവും താഴത്തെ തട്ടേത്? ഏറ്റവും താഴത്തെ തട്ടേത് അല്ലെ. നമ്മള് ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ഏറ്റവും താഴത്തെ തട്ടാണ് ഗ്രാമസഭ എന്ന് പറയുന്നത് പോലെ. വർഗീകരണ ശാസ്ത്രത്തിലെ ഏറ്റവും താഴത്തെ തട്ട് എന്ന് ചോദിച്ചാല് ഈ പറഞ്ഞ സ്പീഷീസ് ആണ്. ഏതാണ്? സ്പീഷീസ്. വർഗീകരിച്ച് ഏറ്റവും ഈ പറഞ്ഞ മൈന്യൂട്ടായിട്ട് വർഗീകരിക്കാൻ പറ്റുന്ന വിധമാണ് ഏത്? സ്പീഷീസ്. വർഗീകരണത്തിന്റെ ഏറ്റവും താഴത്തെ തട്ട് ഏതെന്ന് ചോദിച്ചാല് സ്പീഷീസ് എന്ന് പറയണം. അപ്പൊ ഇത്രയും കാര്യങ്ങള് പൊതുവായിട്ട് നിങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കണം. നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമുള്ളതാണ്. ഇത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് ലോകത്ത് ഏറ്റവും കൂടുതലുള്ള മനുഷ്യവംശം ഏത്? അതിന്റെ ഉത്തരം ഈ പറഞ്ഞ ഒറ്റ വാക്കിൽ പറയാം, മംഗളോയിഡ്. ഏതാണ്? മംഗളോയിഡ്. മംഗളോയിഡ് ആണ് ലോകത്ത് ഏറ്റവും കൂടുതലുള്ള മനുഷ്യവംശം. ഇപ്പൊ സ്പീഷീസ് ഒന്നേ ഉള്ളൂ, വംശങ്ങൾ ഒരുപാടുണ്ട്. മംഗളോയിഡ് ഉണ്ട്, നീഗ്രോയിഡ് ഉണ്ട്, ബുഷ്മാൻ ഉണ്ട്, ആസ്ട്രലോയിഡ് ഉണ്ട്, കോക്കസോയിഡ് ഉണ്ട്, പല വംശങ്ങളുണ്ട്. അതില് ഏറ്റവും കൂടുതലുള്ള വംശം എന്ന് പറയുന്നത് മംഗളോയിഡ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ നീഗ്രോയിഡ് അല്ലെ. ഈ മംഗളോയിഡും നീഗ്രോയിഡും കൂടിച്ചേർന്നുണ്ടായ ഒരു മനുഷ്യവംശമാണ്, മംഗളോയിഡും നീഗ്രോയിഡും കൂടിച്ചേർന്നുണ്ടായ മനുഷ്യവംശമാണ് ബുഷ്മാൻ. ഏതാണ്? ബുഷ്മാൻ. പരീക്ഷയ്ക്ക് ചോദിക്കും, പിള്ളേരുടെ പുസ്തകത്തിലുള്ളതാ. ബുഷ്മാൻ എന്ന് പറയുന്ന മനുഷ്യൻ ഏതൊക്കെ വംശങ്ങൾ കൂടിച്ചേർന്നാണ്? മംഗളോയിഡും നീഗ്രോയിഡുമാണോ? മംഗളോയിഡും ആസ്ട്രോയിഡുമാണോ? മംഗളോയിഡും പിന്നെ അത് കഴിഞ്ഞിട്ട് കോക്കസോയിഡുമാണോ എന്നൊക്കെ ചോദിക്കും. മംഗളോയിഡും നീഗ്രോയിഡും കൂടി ചേർന്നാണ് ഏത്? ബുഷ്മാൻ. അപ്പൊ ആദ്യത്തെ ചോദ്യം നമ്മൾ ഭംഗിയായിട്ട് അവസാനിപ്പിക്കുന്നു. രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് വരാം. മൊറാഴ സംഭവം നടന്ന വർഷം ഏത്? മൊറാഴ സംഭവം നടന്ന വർഷം, മൊറാഴ സംഭവം. അപ്പൊ ഞാൻ ആ ചോദ്യത്തിലോട്ട് എത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അടുത്ത കാലത്ത് കണ്ട ഒരു ചോദ്യവും ഈ പറഞ്ഞ മനസ്സിൽ കിടക്കുന്നുണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് കേരള ചരിത്രത്തിനും കേരള രാഷ്ട്രീയത്തിനും കേരള നവോത്ഥാനത്തിനും ഒക്കെ ഈ പറഞ്ഞ നമ്മുടെ ക്ലർക്ക് പരീക്ഷയ്ക്കായാലും ഈ സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്കായാലും LP സ്കൂൾ പരീക്ഷയ്ക്ക് അസിസ്റ്റന്റിനായാലും UP സ്കൂൾ അസിസ്റ്റന്റിനായാലും വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ആ സംഭവത്തിലോട്ട് വന്നത്. അപ്പൊ അതിനെ ഞാൻ ഓർക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു, ഈ അടുത്ത കാലത്ത് ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് വടക്കേ മലബാറിൽ നടന്ന പ്രസിദ്ധമായ സംഭവമാണ് ഡാഷ്. എന്നിട്ട് ഈ പറഞ്ഞു കൊടുത്തു, കീഴരിയൂർ ബോംബ് കേസ്, മൊറാഴ സംഭവം, പിന്നെ അത് കഴിഞ്ഞ് കയ്യൂർ സമരം, പിന്നെ അത് കഴിഞ്ഞിട്ട് പാലിയം സത്യാഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തു. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് കീഴരിയൂർ ബോംബ് കേസാണ്. നമുക്കത് പറയാം.
അപ്പൊ അതില് ഈ പറഞ്ഞ 1940 ഈ പറഞ്ഞതൊക്കെ കൂടുതലും കർഷക സമരങ്ങളാണ്. ഞാൻ ഇനി പറയാൻ പോകുന്നത് കൂടുതലും കർഷക സമരങ്ങളാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിന്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ അല്ലെ, കമ്മ്യൂണിസ്റ്റ് ഈ പറഞ്ഞ ഭരണത്തിന് തുടക്കം കുറിച്ച, ബാലറ്റ് പേപ്പറിന്റെ തുടക്കം കുറിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പൊ അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഈ പറഞ്ഞ സംഭവങ്ങൾക്ക് വളരെ പ്രാധാന്യം കേരളത്തിന്റെ കാര്യത്തിലുണ്ട്. അതുകൊണ്ട് 1940 മൊറാഴ സംഭവം നടക്കുന്നത്. മൊറാഴ സംഭവം ഒരു കർഷക സമരമാണ്. ആ കർഷക സമരം നടക്കുന്നത്, മൊറാഴ സംഭവം നടക്കുന്നത് ഏത് ജില്ലയിലെന്ന് ചോദിച്ചാൽ കണ്ണൂർ ജില്ലയിലാണ്. മൊറാഴ സംഭവം നടക്കുന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. 1940. ആ മൊറാഴ സംഭവം നടന്ന കൊല്ലം എന്നാണെന്ന് ചോദിക്കും. 1940 അതെവിടെയാണ്? ഈ പറഞ്ഞ നടന്നത് കണ്ണൂരാണ്. പ്രക്ഷോഭത്തില് ഈ പറഞ്ഞ പോലീസുകാരൊക്കെ കൊല്ലപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. KPR ഗോപാലൻ എന്ന് പറയുന്ന ആൾക്ക് ഈ പറഞ്ഞ വധശിക്ഷയൊക്കെ ഈ പറഞ്ഞ കിട്ടിയ വിധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ 1940 മൊറാഴ സംഭവം നടക്കുന്ന ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. വേറൊരു സംഭവം കൂടെ ഓർത്ത് നമുക്ക് 1941 നടന്ന ഒരു സംഭവമാണ് ഏത്? കയ്യൂർ സമരം. ജമ്മിമാർക്കെതിരെ കർഷകർ നടത്തിയ സമരം അല്ലെ, ബ്രിട്ടീഷ് മേധാവിത്വത്തിനെയും പിന്നെ അത് കഴിഞ്ഞിട്ട് ജമ്മിമാർക്കെതിരെ ഈ പറഞ്ഞ കർഷകർ നടത്തിയ സമരമാണ് കയ്യൂർ സമരം. കയ്യൂർ എന്ന് പറയുന്നത് ഏത് ജില്ല? കയ്യൂർ എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ല അല്ലെ, കാസർഗോഡ്. നിങ്ങൾ വിയൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം കൂടി പഠിക്കുന്നുണ്ടായിരിക്കും പരീക്ഷയ്ക്ക്. വിയൂർ എവിടെയാണ്? തൃശ്ശൂരാണ്. 3 ഈ പറഞ്ഞ സെൻട്രൽ ജയിലുകളാണ് കേരളത്തിലുള്ളത്. ഒന്ന് ഈ പറഞ്ഞ കണ്ണൂർ സെൻട്രൽ ജയില്, 2 വിയൂർ സെൻട്രൽ ജയിൽ. വിയൂർ തൃശ്ശൂർ ജില്ലയിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പൂജപ്പുര സെൻട്രൽ ജയിൽ, അതായത് തിരുവനന്തപുരത്ത്. അങ്ങനെ 3 സെൻട്രൽ ജയിലുണ്ടെന്ന് പഠിക്കുമ്പോൾ വിയൂർ എന്ന് പറയുന്ന വാക്ക് പഠിക്കും. അങ്ങോട്ട് മാറിപ്പോരുത്. കയ്യൂർ സമരം കാസർഗോഡ് ജില്ലയിൽ നടന്ന സംഭവമാണ് 1941. അതുപോലെ ഈ പറഞ്ഞ വർഷവുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പ് പഠിച്ച ഒരു കാര്യം ഓർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർക്കാം. ആ കാര്യം എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് ചാർട്ടർ ആണ്. ഏതാണ്? അറ്റ്ലാന്റിക് ചാർട്ടർ ഏത് കൊല്ലമാണ്? 1941. അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ചത് ആരൊക്കെയെന്ന് ചോദിച്ചാൽ അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലും പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരാളുമാണ് അമേരിക്കൻ പ്രസിഡന്റ് FD റൂസ്വെൽറ്റും അല്ലെ. അവർ ചേർന്ന് ഒപ്പുവെച്ച അറ്റ്ലാന്റിക് ചാർട്ടർ ഇതാണ് പിന്നീട് ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണത്തിലോട്ട് പോയ സംഭവം. അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചത് 1941. പേൾ ഹാർബറിൽ ജപ്പാന്റെ ഈ പറഞ്ഞ വിമാനങ്ങൾ ബോംബാക്രമണം നടത്തിയത് അമേരിക്കയിൽ പേൾ ഹാർബറിൽ ജപ്പാൻ വിമാനങ്ങൾ ബോംബാക്രമണം നടത്തിയ പേൾ ഹാർബർ എന്ന് പറയുന്ന സംഭവം എന്നാണ് 1941. ഇതൊക്കെ പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന കാര്യങ്ങളാണ്, പഠിച്ചു വെക്കണം. അപ്പൊ അറ്റ്ലാന്റിക് ചാർട്ടർ, പേൾ ഹാർബർ ആക്രമണം 1941. കയ്യൂർ സമരം 1941. 1942 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് വടക്കേ മലബാറിൽ നടന്ന ഒരു ഈ പറഞ്ഞ സംഭവമാണ് ഏത്? അതാണ് ഈ പറഞ്ഞ കീഴരിയൂർ ബോംബ് കേസ്. ഇതും കർഷക ഈ പറഞ്ഞ കലാപമാണ്. കീഴരിയൂർ ബോംബ് കേസ്. ആ കീഴരിയൂർ ബോംബ് കേസ് അല്ലെ നടന്ന കീഴരിയൂർ എന്ന് പറയുന്ന സ്ഥലം ഏത് സ്ഥലത്തെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ ചിലപ്പോ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. കണ്ണൂർ എന്ന് നിങ്ങൾ ഉത്തരവ് എഴുതും. ഉത്തരവ് ഏതാണ്? കോഴിക്കോട്. കീഴരിയൂർ ഈ പറഞ്ഞ ബോംബ് കേസ് നടന്ന കീഴരിയൂർ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാലോ കോഴിക്കോട് ജില്ലയിലാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട സംഭവം 1946 1946 കൂടുതൽ പരിചയം ഉണ്ടായിരിക്കും. ആ സംഭവം പുന്നപ്ര വയലാർ സമരം അല്ലെ, കർഷക സമരമാണ്, കമ്മ്യൂണിസ്റ്റ് സമരമാണ്. ഈ പറഞ്ഞ സാർ CP രാമസ്വാമിക്കെതിരെയുള്ള സമരമാണ്. അന്നത്തെ ദിവാനായിരുന്ന സാർ CP രാമസ്വാമിക്കെതിരെയുള്ള സമരമാണ്. പിന്നെ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർന്ന സമരമാണ്. ഏത് സമരം? പുന്നപ്ര വയലാർ സമരം. അതറിയാലോ, ആലപ്പുഴ ജില്ലയിലാണ്. പുന്നപ്ര വയലാർ സമരം നടന്ന ഏതാണ്? ആലപ്പുഴയിലാണ്. പക്ഷെ ഇതിനേക്കാളും ഞാൻ കൂടുതൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനായിട്ട് പറയുന്നത്, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ള സാധനമാണ്. കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഈ പറഞ്ഞ സംഭവം എന്ന് പറയുന്നത് കരിവെള്ളൂർ സമരമാണ്. ഏതാണ്? കരിവെള്ളൂർ സമരം നടന്ന കൊല്ലം എന്ന് ചോദിച്ചാലോ അതും 1946. ഈ പറയുന്നതെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരായോ ജമ്മിത്വത്തിനെതിരായോ കർഷകരോ കമ്മ്യൂണിസ്റ്റുകളോ ഈ പറഞ്ഞ് നടത്തിയ സമരങ്ങളാണ് ഈ പറയുന്നതല്ല. അപ്പൊ 1946 പുന്നപ്ര വയലാർ സമരം, 1946 കരിവെള്ളൂർ സമരം. എന്നാണ് കരിവെള്ളൂർ സമരം. കരിവെള്ളൂർ എന്ന് പറയുന്ന ഈ പറഞ്ഞ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ കരിവെള്ളൂറും ഈ പറഞ്ഞ കണ്ണൂരാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് കീഴരിയൂർ ഈ പറഞ്ഞ കോഴിക്കോടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കയ്യൂര് ഈ പറഞ്ഞ എവിടെയാണ്? കയ്യൂര് കാസർഗോഡാണ്. കരിവെള്ളൂർ സമരം 1946 തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമുണ്ട്. 1946 ഈ അടുത്ത കാലത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് തോൽവിറക് സമരം.
തോൽ വിറക് സമരം അല്ലെ. ഈ പറഞ്ഞ കാട്ടിൽ നിന്ന് തോലും വിറകും കാട്ടിൽ നിന്ന് തോലും വിറകും സംഭരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രീതി ഈ പറഞ്ഞ സാധാരണ നാട്ടുകാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ജമ്മികളെല്ലാം കൂടി ചേർന്ന് അത് ഈ പറഞ്ഞ് സംഭരിക്കുന്നത് തടഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ് കുറുകെ നിന്നു. അതിനെതിരെയുള്ള സമരമാണ് ഏത്? തോൽ വിറക് സമരം. ഈ തോൽ വിറക് സമരം നടന്ന ജില്ല പ്രധാനമാണ്. ഏത് ജില്ല? കാസർഗോഡ് ജില്ല. കാസർഗോഡ് ജില്ല കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാലോ, ചീമേനി എന്ന് പറയുന്ന സ്ഥലം. ചീമേനി അല്ലെ, ഒരു ജയിലിന്റെ പേരൊക്കെ നിങ്ങൾ അവിടെ പഠിക്കും. ചീമേനി ജയിൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. കാസർഗോഡ് ജില്ലയിൽ ചീമേനി എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന സമരമാണ് ഏത് സമരം? തോൽ വിറക് സമരം. അപ്പൊ തോൽ വിറക് സമരം നടന്നത് എവിടെയാണ്? കാസർഗോഡ് എവിടെയാണ്? ചീമേനിയിലാണ്. തോൽ വിറക് സമരത്തിന്റെ നായിക, തോൽ വിറക് സമര നായിക എന്നറിയപ്പെടുന്നത് ആര്? തോൽ വിറക് സമര നായിക എന്നറിയപ്പെടുന്നത് കാർത്യായനി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. ആരാണ്? കാർത്യായനി. തോൽ വിറക് സമര നായിക എന്നറിയപ്പെടുന്നത് ആര്? കാർത്യായനി. അതുപോലെ കരുവള്ളൂർ സമര നായിക അങ്ങനെയും പറയാറുണ്ട്. കരുവള്ളൂർ സമര നായിക എന്നറിയപ്പെടുന്നത് കെ ദേവയാനി. എനിക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകും. ഞാൻ പെട്ടെന്ന് ഓർത്ത് വെച്ചേക്കുന്നത് കരുവള്ളൂർ എന്ന് പറയുമ്പോഴത്തേക്കും കായ അങ്ങോട്ട് എടുക്കും. കായ എടുത്തിട്ട് ദേവയാനിയുടെ കെയും കൂടെ അങ്ങോട്ട് എടുക്കും. അപ്പൊ കരുവള്ളൂർ കെ ദേവയാനി. തോൽ വിറകിലെ റായ് അങ്ങോട്ട് ഓർത്തും ആവും. അപ്പൊ തോൽ വിറക് പിന്നെ ഈ പറഞ്ഞ കാർത്യായനി എന്നങ്ങ് മനസ്സിലിരിക്കും. അപ്പൊ തോൽ വിറക് കാർത്യായനി, പിന്നെ കരുവള്ളൂർ കെ ദേവയാനി, പിന്നെ തോൽ വിറക് കാർത്യായനി. അങ്ങനെ നിർമ്മിച്ചെന്ന് പഠിച്ചാൽ മതി. തോൽ വിറക് കാർത്യായനി, കരുവള്ളൂർ കെ ദേവയാനി. അപ്പൊ ഈ പറഞ്ഞ സംഭവങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. അത് എനിക്ക് ഒരു സംഭവം കൂടി പറയാം. ഇപ്പോഴത്തെ സാഹചര്യം ആയതുകൊണ്ട് പറയുന്നതാണ്. അത് 1947 പാലിയം സത്യാഗ്രഹം. ഏതാണ്? പാലിയം സത്യാഗ്രഹം. 1948 കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം വന്നത് അല്ലെ. നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരം 1936. പക്ഷെ കൊച്ചിയിലെ ക്ഷേത്രപ്രവേശന വിളംബരം വന്നത് 1948. 1948 കൊച്ചി ക്ഷേത്രപ്രവേശന വിളംബരത്തിലോട്ട് നയിച്ച പ്രധാനപ്പെട്ട സംഭവമാണ് പാലിയം സത്യാഗ്രഹം എന്ന് പറയുന്നത്. പാലിയം സത്യാഗ്രഹം. പാലിയത്തച്ഛൻ, കൊച്ചിയിലെ ഈ പറഞ്ഞ പഴയ രാജാവിന്റെ മന്ത്രിമാർ അറിയപ്പെടുന്നത് പേര് അങ്ങനെയാണ്, പാലിയത്തച്ഛൻ. നമ്മുടെ ഇവിടെ ദിവാൻ എന്ന് പറയുന്ന പോലെ അവിടെ അറിയപ്പെട്ടിരുന്നത് പാലിയത്തച്ഛൻ എന്നാണ്. അപ്പൊ ആ പറഞ്ഞ പാലിയത്തച്ഛന്റെ വീടിന് മുമ്പിലൂടെയുള്ള റോഡിൽ കൂടി നടക്കുന്നതിന്, വീടിന് മുമ്പിലുള്ള റോഡിൽ കൂടി നടക്കുന്നതിന് താഴ്ന്ന ജാതിക്കാർക്ക് വിലക്കുണ്ടായിരുന്നു. താഴ്ന്ന ജാതിക്കാർക്ക് അതുവഴി നടക്കാൻ പറ്റൂലായിരുന്നു. അപ്പൊ അതിനെതിരെയുള്ള സത്യാഗ്രഹമാണ് ഈ പറഞ്ഞ ആൾക്കാരെല്ലാവരും കൂടെ ചേർന്ന് ഈ പറഞ്ഞ് നടത്തിയ ആ സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഞാനിപ്പോ എന്തിനാ അത് പറഞ്ഞു? 1947 ഡിസംബറിലാണ് പാലിയം സത്യാഗ്രഹം തുടങ്ങുന്നത്. 1948 മാർച്ചിലാണ് പാലിയം സത്യാഗ്രഹം തീരുന്നത്. എന്നാലും 1948 തീർന്ന എങ്ങനെയാണ്? ആ സമയത്താണ് കൊച്ചിയിൽ എന്തുണ്ടായത്? ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായത്. സാധാരണ എല്ലാ റോഡുകളും ചെയ്തു. ഈ പറഞ്ഞ എല്ലാവർക്കും സഞ്ചാരയോഗ്യമാക്കിക്കൊണ്ട് ഈ പറഞ്ഞ ഉത്തരവ് വന്നതോടുകൂടി ആ പ്രശ്നം അവിടെ തീർന്നു. 1947 സത്യാഗ്രഹം തുടങ്ങി. അപ്പൊ ഈ സത്യാഗ്രഹത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് അതിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പാലിയം സത്യാഗ്രഹത്തിന് നിന്ന ഒരാളാണ് സി കേശവൻ. ആ പേര് പറയാനാണ് ഞാൻ കിടന്ന് കറങ്ങിയത്. സി കേശവൻ. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? സി കേശവനാണ്. ആരാണ് സി കേശവൻ? ഈ പറഞ്ഞ 2020 അയാൾക്ക് ഒരു പ്രാധാന്യം വന്നു ചേരുന്നുണ്ട് കറണ്ട് അഫയേഴ്സിൽ. അപ്പൊ ആരാണ് സി കേശവൻ? സി കേശവൻ എന്ന് പറയുന്നത് നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ഈ പറഞ്ഞ നേതാവാണ്. നിവർത്തന പ്രക്ഷോഭം ഏത് കൊല്ലമാണെന്ന് ചോദിച്ചാലോ 1932. നിവർത്തന പ്രക്ഷോഭം എന്തിന്റെ രൂപീകരണത്തിന് കാരണമായെന്ന് ചോദിച്ചാലോ PSCയുടെ രൂപീകരണത്തിന് കാരണമായി. നിവർത്തന പ്രക്ഷോഭം എന്തിനെതിരെയുള്ളതായിരുന്നു? അത് തിരുവിതാംകൂറിലെ ഭരണത്തിനെതിരെയുള്ളതായിരുന്നു. തിരുവിതാംകൂറിലെ ഭരണത്തിനെതിരായിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് താഴ്ന്ന ജാതിക്കാർക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈഴവ, മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് ഈ പറഞ്ഞ സർക്കാർ സർവീസിൽ ആവശ്യത്തിന് വേണ്ട പ്രാതിനിധ്യവും നൽകുന്നില്ല എന്നുള്ള പരാതിയൊക്കെ ഉന്നയിച്ച് നടത്തിയ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. ഈ നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാക്കളായിട്ട് അറിയപ്പെടുന്ന 2 പേരാണ്. ഒന്ന് NV ജോസഫ്, ഒരാള് NV ജോസഫ്, വേറൊരാള് സി കേശവൻ. ഇതിൽ നേതാവ് ആരെയെന്നൊന്നും പറയാൻ പറ്റില്ല. 2 പേരുടെ പേരും പറയും, NV ജോസഫ്, സി കേശവൻ. പക്ഷെ സി കേശവന് കുറച്ചുകൂടി പ്രാധാന്യം വരും. അതെന്തുകൊണ്ടാണെന്ന് പിന്നെ പറയാം. NV ജോസഫ്, സി കേശവൻ അല്ലെ. പക്ഷെ ഈ നിവർത്തന പ്രക്ഷോഭം എന്നുള്ള വാക്ക് ഈ പറഞ്ഞ് രൂപീകരിച്ച ആളാണ്. ആ നിവർത്തന പ്രക്ഷോഭം എന്നുള്ള വാക്കിനെ രൂപം കൊടുത്ത ആളാണ് IC ചാക്കോ.
നിവർത്തന പ്രക്ഷോഭം എന്ന വാക്ക്, ആ പറഞ്ഞ വാക്ക് ആര് ഈ പറഞ്ഞ ഉപയോഗിച്ച പണ്ഡിതനാരാണ്? ആ പ്രക്ഷോഭത്തിന് നിവർത്തന പ്രക്ഷോഭം എന്നുള്ള പേര് കൊടുത്ത പണ്ഡിതനാരാണ്? IC ചാക്കോ. നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാവാരൊക്കെ NV ജോസഫ്, C കേശവൻ. ഏത് കൊല്ലം? 1932. അതിന് നേതൃത്വം കൊടുത്ത EC കേശവനാണ് 1947 പാലിയൻ സത്യാഗ്രഹത്തിന് എന്ത് ചെയ്തത്? ഉദ്ഘാടനം ചെയ്തത്. അത് എപ്പോ തീർന്നു? 1948 തീർന്നു. എങ്ങനെ തീർന്നു? ഈ പറഞ്ഞ കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടായി, അപ്പോ തീർന്നു. ഇനി അത് കഴിഞ്ഞിട്ട് എന്തിനാണ് ഞാൻ C കേശവനിലോട്ട് വന്നത്? അല്ലെ, നിവർത്തന പ്രക്ഷോഭം പറയുമ്പോ കേരള കേസരി എന്ന് പറയുന്ന ഒരു പത്രത്തിനെ കൂടെ ആലോചിക്കണം. കേരള കേസരി നിവർത്തന പ്രക്ഷോഭത്തിന്റെ കാര്യം പറയുമ്പോ, അല്ലെ, PSC രൂപീകരണത്തിന് കാരണമായ നിവർത്തന പ്രക്ഷോഭത്തിന്റെ കാര്യം പറയുമ്പോൾ കേരള കേസരി എന്ന് പറയുന്ന പത്രം, അല്ലെ, നിവർത്തന പ്രക്ഷോഭത്തിന്റെ നാവ്, നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ, നിവർത്തന പ്രക്ഷോഭത്തിന്റെ നാവ് അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെട്ടിരുന്ന പത്രമാണ് ഏത്? കേരള കേസരി. അപ്പൊ ഈ പറഞ്ഞ കേരള കേസരി നിവർത്തന പ്രക്ഷോഭം, ആ നിവർത്തന പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. 1935 മെയ് മാസം 11 നടന്ന 1935 മെയ് മാസം നടന്ന കോഴഞ്ചേരി പ്രസംഗം, അല്ലെ, പത്തനംതിട്ടയിലെ ഒരു സ്ഥലമാണ് കോഴഞ്ചേരി. 1935 മെയ് 11 നടന്ന കോഴഞ്ചേരി പ്രസംഗം. ആ കോഴഞ്ചേരി പ്രസംഗത്തെ തുടർന്ന് തിരുവിതാംകൂർ ഭരണാധികാരികൾ C കേശവനെ ഈ പറഞ്ഞ് 2 കൊല്ലം തടവിലാക്കുകയും 500 രൂപ പിഴയൊക്കെ കൊടുത്ത് ഈ പറഞ്ഞ് ശിക്ഷിച്ചു. 1935 മെയ് 11 കോഴഞ്ചേരി പ്രസംഗം. ഞാനിത് എന്തിനിപ്പോ പറഞ്ഞെന്ന് ചോദിച്ചാല് 935 കഴിഞ്ഞ് ഇപ്പൊ 2020 ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ നിങ്ങൾ ഇത് കേൾക്കുന്നത് മെയ് മാസത്തിലാണെങ്കിൽ മെയ് മാസം എന്ന് പറയുമ്പോ 85 കൊല്ലമായി, അല്ലെ. ഈ അടുത്ത കാലത്ത് പത്രത്തിലൊക്കെ ഈ പറഞ്ഞതിൽ വലിയ വാർത്തയായിട്ട് കൊടുത്തിരുന്നു C കേശവന്റെ കോഴഞ്ചേരി പ്രസംഗത്തിന് 85 വയസ്സ് എന്നൊക്കെ പറഞ്ഞ് പത്രത്തിൽ വാർത്തയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിവർത്തന പ്രക്ഷോഭം, ആ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കോഴഞ്ചേരി പ്രസംഗം കൂടെ ഒന്ന് ഓർത്തു വയ്ക്കുക. ഇതിനെ പേടിക്കേണ്ട കാര്യമില്ല. ഇന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ നോക്കാം, അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം അതിനകത്ത് ഇടും കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ധാരാതലീയ ഭൂപടത്തിൽ ബെഞ്ച് മാർക്ക്, ഫോം ലൈൻ എന്നിവ സൂചിപ്പിക്കുന്ന എന്ത്? ഒരു ധാരാതലീയ ഭൂപടത്തിൽ ബെഞ്ച് മാർക്ക്, ഫോം ലൈൻ എന്നിവ സൂചിപ്പിക്കുന്ന എന്ത്? ഇയാൾക്ക് ഇതുവരെ ധാരാതലീയ ഭൂപടം തീർന്നില്ലേ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഇല്ല, തീരുവില്ല. അതൊരു വിശാലമായ ചാപ്റ്ററാണ്. ചോദ്യങ്ങൾക്ക് ഒരുപാട് സാധ്യതയുള്ള ചാപ്റ്ററാണ്. എല്ലാം കൂടെ ഒരു ദിവസം പറയാൻ പറ്റാത്തതുകൊണ്ട് പതുക്കെ ഈ പറഞ്ഞ ക്യാപ്സുകളാക്കി നിങ്ങൾക്ക് അങ്ങ് തരികയാണ്. അപ്പൊ ഒരു ധാരാതലീയ ഭൂപടത്തിൽ ബെഞ്ച് മാർക്ക്, ഫോം ലൈൻ എന്നിവ സൂചിപ്പിക്കുന്ന എന്താണ്? ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഉത്തരത്തിലോട്ട് വരാം. അത് ഉയരം സൂചിപ്പിക്കുന്നു. എന്ത് സൂചിപ്പിക്കുന്നു? ഉയരം സൂചിപ്പിക്കുന്നു, അല്ലെ. അപ്പൊ ധാരാതലീയ ഭൂപടത്തിൽ ഓരോ നിറങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഇതിന്റെ ഓപ്ഷൻ എഴുതി ഓർത്തു. ഒരു ധാരാതലീയ ഭൂപടത്തിൽ അതിർത്തി ഈ പറഞ്ഞ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കറുത്ത നിറത്തിലായിരിക്കും. ഏത് നിറത്തിലായിരിക്കും? കറുത്ത നിറത്തിലായിരിക്കും. ഒരു ധാരാതലീയ ഭൂപടത്തിൽ അതിർത്തികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കറുത്ത നിറത്തിലായിരിക്കും. മഞ്ഞ നിറത്തിൽ കൃഷിഭൂമി, വെള്ള നിറത്തിൽ തരിശ്, പിന്നെ അത് തരിശുഭൂമി, പിന്നെ നീല നിറത്തിൽ ജലസ്രോതസ്സുകൾ, പച്ച നിറത്തിൽ പുൽമേടുകളും വനവും, ചുവപ്പ് നിറത്തിൽ ജനവാസ മേഖലകൾ, അല്ലെ. പിന്നെ മണൽത്തിട്ടകളും മണൽക്കൂനകളും ഈ പറഞ്ഞ തവിട്ട് നിറത്തിൽ. പറയണ്ടെന്ന് വിചാരിച്ചതാ, പക്ഷെ അങ്ങ് പറഞ്ഞു പോകും. അപ്പൊ ആ പറഞ്ഞ കാര്യങ്ങൾ അതിർത്തി ഏത് നിറത്തിലാണ്? കറുത്ത നിറത്തിലാണ്. അപ്പൊ ഒരു ധാരാതലീയ ഭൂപടത്തിൽ ബെഞ്ച് മാർക്ക്, ഫോം ലൈൻ എന്നിവ സൂചിപ്പിക്കുന്ന എന്തിനെ? ഇതേ ചോദ്യം നിങ്ങളുടെ അടുത്ത് ചോദിച്ചെന്നിരിക്കാം. ഇതേ ചോദ്യം തന്നെ ചോദിക്കും, വേറെ മാറില്ല. ഏതായിരിക്കും ഉത്തരം? ഏതാണ്? ഉയരം. ഇനി അപ്പൊ ഈ ധാരാതലീയ ഭൂപടത്തിന്റെ കാര്യം തീരൂല എന്ന് പറഞ്ഞതിന്റെ കാര്യം ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒരു ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞതാണ് സർവേ ഓഫ് ഇന്ത്യ, അല്ലെ. ഇന്ത്യയിലെ ഭൂപട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഏജൻസി എന്ന് പറയുന്നത് ഏതാണ്? സർവേ ഓഫ് ഇന്ത്യ. അതിന്റെ ആസ്ഥാനമാണ് നമ്മൾ ഡെറാഡൂൺ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. പക്ഷെ ഇന്ത്യയിലെ ഭൂപട നിർമ്മാണവുമായി ബന്ധപ്പെട്ട സർവേ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ആര്? ഇന്ത്യയിലെ ഭൂപട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് സർവേ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ആര്? പിള്ളേരുടെ പുസ്തകത്തിൽ പഠിക്കാറുള്ളതെന്ന് ചോദിച്ചതാ. ഭൂപട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർവേ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് AD 1800 വില്യം ലാംപ്ടൺ എന്ന് പറയുന്ന ഒരാളാണ്. വില്യം ലാംപ്ടൺ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭൂപട നിർമ്മാണത്തിനായിട്ട് സർവേ പ്രവർത്തനം തുടങ്ങിയ ഈ പറഞ്ഞ ബ്രിട്ടീഷ് എഞ്ചിനീയർ ആരാണ് എന്ന് ചോദിച്ചാൽ വില്യം ലാംപ്ടൺ ആണ്. ആ വില്യം ലാംപ്ടൺ അത് തുടങ്ങിയെങ്കിലും അത് പിന്നീട് പൂർത്തിയാക്കിയത് ആര്? ജോർജ് എവറസ്റ്റ്. ഇന്ത്യയിലെ സർവേ ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഈ പറഞ്ഞ ഒടുവില് ഈ പറഞ്ഞ നമ്മുടെ ഭൂപടമൊക്കെ തയ്യാറാക്കുന്നതിന് സഹായിച്ചത് ആരാണ്?
ജോർജ് എവറസ്റ്റ്. ജോർജ് എവറസ്റ്റ്. എവറസ്റ്റ് കൊടുമുടി എന്ന് ഓർമ്മ വരുന്നില്ലേ? എന്തുകൊണ്ട് അങ്ങനെ? എവറസ്റ്റിന്റെ ഉയരം കൃത്യമായിട്ട് നിർണയിച്ചത് ഇയാളാണ്. 8848 മീറ്റർ എവറസ്റ്റിന്റെ ഉയരം. എവറസ്റ്റിന്റെ ഉയരം ആദ്യമായിട്ട് കൃത്യമായി നിർണയിച്ചത് ആരാണ്? ജോർജ് എവറസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ആ കൊടുമുടിക്ക് ഈ പറഞ്ഞ ഇദ്ദേഹത്തിന്റെ പേര് കൊടുത്ത് ഇദ്ദേഹത്തെ ബഹുമാനിച്ചു. അപ്പൊ ഇന്ത്യയിൽ സർവേ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ, ഇന്ത്യയിലെ ഭൂപട നിർമ്മാണത്തിനുള്ള സൗകര്യം, ഇന്ത്യയിലെ ഭൂപട നിർമ്മാണത്തിന് സൗകര്യം ഉണ്ടാക്കിയ, എവറസ്റ്റിന്റെ ഈ പറഞ്ഞ കൊടുമുടിയുടെ ഉയരം കണക്കാക്കിയ വ്യക്തിയാണ് ആര്? ജോർജ് എവറസ്റ്റ് അല്ലെ. സിറിൽ റാഡ്ക്ലിഫ് എന്ന് പറയുന്ന ഒരാള് ഇന്ത്യ വിഭജിച്ച സമയത്ത് പാകിസ്ഥാനും ഇന്ത്യയും വേർതിരിച്ച് അതിർത്തി രേഖ ഉണ്ടാക്കിയ ആളാണ് സിറിൽ റാഡ്ക്ലിഫ്. സിറിൽ റാഡ്ക്ലിഫ് അത് വേറെയാണ്, സർവേയുമായിട്ട് ബന്ധമില്ല. പക്ഷെ അതിനകത്തും സർവേ ഉണ്ട്. സിറിൽ റാഡ്ക്ലിഫ് ആരാണ്? ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിശ്ചയിച്ച ആളാണ് സിറിൽ റാഡ്ക്ലിഫ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനകത്ത് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക. ഇനി ധാരാതലിയ ഭൂപടവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ പറയില്ല. എല്ലാ സാധനവും അതിനകത്ത് ഇട്ടേക്കാം. കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ട്, പറഞ്ഞ് ബോധ്യപ്പെട്ട ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമുണ്ട്. ചെറുതായിട്ട് കാണാൻ പഠിക്കുന്ന നല്ലത്, അത് അതിനകത്ത് ഇട്ടേക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് ധാരാതലിയ ഭൂപടം പറയുമ്പോ അതിനകത്ത് ഈ പറഞ്ഞ ഒരു അത്യാവശ്യം പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുറെ കാലമായിട്ട് പരീക്ഷകളിൽ നിന്ന് ഒഴിവായിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ്. പക്ഷെ അത് ഇപ്പോൾ വീണ്ടും സജീവമാകുന്നുണ്ട്. കോണ്ടൂർ രേഖകൾ. കോണ്ടൂർ രേഖകൾ എന്താണ്? കോണ്ടൂർ രേഖകൾ സമുദ്രനിരപ്പിൽ നിന്ന് തുല്യ ഉയരത്തിലുള്ള രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന രേഖ. സമുദ്രനിരപ്പിൽ നിന്ന് തുല്യ ഉയരത്തിലുള്ള രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ ഭൂപടത്തിൽ ഉപയോഗിക്കുന്ന രേഖകളാണ് ഏത്? കോണ്ടൂർ രേഖകൾ. അതുപോലെ ഐസോബാർ. രസതന്ത്രത്തിലും ഐസോബാർ എന്നുള്ള ഒരു പ്രയോഗമുണ്ട്. ഇത് ഈ പറഞ്ഞ ഭൂമിശാസ്ത്രത്തിൽ ഐസോബാർ എന്നുള്ള പ്രയോഗം എന്ന് പറയുന്നത് ഒരേ അന്തരീക്ഷമർദ്ദമുള്ള രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ ഭൂപടത്തിൽ കൂട്ടിയോജിപ്പിക്കുന്ന രേഖകളാണ്. ഒരേ അന്തരീക്ഷമർദ്ദമാകുമ്പോ ബാർ, മർദ്ദവുമായി ബന്ധപ്പെട്ട വാക്കാണ് ബാർ. അന്തരീക്ഷമർദ്ദമാകുമ്പോൾ ഐസോബാർ. ഉയരമാകുമ്പോൾ ഏതായി? ഉയരമാകുമ്പോൾ കോണ്ടൂർ രേഖകളായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഐസോഹെയിൽസ്. എന്താണ് ഐസോഹെയിൽസ്? ഐസോഹെയിൽസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, തുല്യ സൂര്യപ്രകാശം ലഭിക്കുന്ന രണ്ട് പ്രദേശങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന രേഖകളാണ് ഐസോഹെയിൽസ്. ഭൂമിയിൽ എല്ലായിടത്തും സൂര്യപ്രകാശം ഒരുപോലെ ആയിരിക്കോ? അല്ലെ? ഭൂമധ്യരേഖ പ്രദേശത്ത് സൂര്യപ്രകാശം കൂടുതലായിരിക്കും. ധ്രുവ പ്രദേശങ്ങളിൽ സൂര്യപ്രകാശം ഈ പറഞ്ഞ കുറഞ്ഞു ഇല്ലാണ്ടാവും. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ സൂര്യപ്രകാശം ഒരേ ലെവലിൽ ലഭിക്കുന്ന, ഒരേ രീതിയിൽ ലഭിക്കുന്ന രണ്ട് പ്രദേശങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നതാണ് ഏത്? ഐസോഹെയിൽസ്. അതുപോലെ ഐസോഹാലൈൻസ്. അത് എളുപ്പമായിരിക്കും. ഹാലജൻ എന്നുള്ള വാക്ക് പഠിച്ചുകൊണ്ട്. ഹാലജൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ഹാലജൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഞാൻ ലവണം നൽകുന്നു. അതായത് രണ്ട് തുല്യ ലവണത്വമുള്ള ഈ പറഞ്ഞ സമുദ്രഭാഗങ്ങളെ, അല്ല ലവണത്വത്തിന്റെ കാര്യം പറയുന്നത് സമുദ്രത്തിലാണ്. രണ്ട് തുല്യ ലവണത്വമുള്ള സമുദ്രഭാഗങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന രേഖകളാണ് ഏത്? ഐസോഹാലൈൻസ്. അപ്പൊ ഐസോഹെയിൽസ് ഉണ്ട്, ഐസോഹാലൈൻസ് ഉണ്ട്, ഐസോബാറുണ്ട്, കോണ്ടൂർ രേഖയുണ്ട്, ഇനി ഒരുപാടുണ്ട്. തൽക്കാലം ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ഈ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരവായി ഒരു ധാരാതലിയ ഭൂപടത്തിൽ ബെഞ്ച് മാർക്ക്, ഫോം ലൈൻ എന്നിവ സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ഉയരത്തെയാണ്. വേറെ കാര്യം ചോദിച്ചോട്ടെ. ഉയരത്തെ എല്ലാവർക്കും പേടിയാണ്. ചിലർക്ക് ഉയരത്തെ പേടിയാണ്, കൂടുതൽ ഉയരത്തിലൊക്കെ പോകുന്ന പേടിയാണ്. ഉയരത്തെ പേടിക്കുന്ന, ആൾട്ടിറ്റ്യൂഡിനെ പേടിക്കുന്ന അവസ്ഥ, ഉയരത്തെ പേടിക്കുന്ന അവസ്ഥയെ പറയുന്ന പേരെന്താണ്? അക്രോഫോബിയ. എന്താണ്? ഉയരത്തിനോടുള്ള ഭയം, ഉയരത്തിനെ കുറിച്ചുള്ള ഭയം, ഉയരത്തിനോടുള്ള ഭയമാണ് അക്രോഫോബിയ. അപ്പൊ ആൾട്ടിറ്റ്യൂഡ് ഭയക്കുന്നു, അതാണ് അക്രോഫോബിയ. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയരം. ഇനി അത് കഴിഞ്ഞിട്ട് തലാസോഫോബിയ. കഴിഞ്ഞ ദിവസം സമുദ്രങ്ങളൊക്കെ പഠിച്ചപ്പോ പറയേണ്ടിയിരുന്നതാണ്, പറയാൻ വിട്ടുപോയതാ. തലാസോഫോബിയ, ഭയം. തലാസോഫോബിയ സമുദ്രത്തോടുള്ള ഭയം, അല്ലെ? ചിലർക്ക് വെള്ളത്തോട്, സമുദ്രത്തോട് ഭയം ഉണ്ടാവും. തലാസോഫോബിയ സമുദ്രത്തോടുള്ള ഭയം. അപ്പൊ അത്രയും കാര്യങ്ങളൊന്ന് തൽക്കാലം ഓർത്തു വെക്കുക. അത് കഴിഞ്ഞിട്ട് ആവർത്തന പട്ടികയിൽ 18ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത്, ആവർത്തന പട്ടികയിൽ 18ാം ഗ്രൂപ്പ് അല്ലെ? ആധുനിക ആവർത്തന പട്ടികയിൽ 18 ഗ്രൂപ്പ് ഉണ്ട്. ആ 18 ഗ്രൂപ്പ് കുത്തനെയുള്ള കോളങ്ങളാണ് ഗ്രൂപ്പുകൾ, വിലങ്ങനെയുള്ള കോളങ്ങൾ പിരീഡ് എന്ന് പറയും. കുത്തനെയുള്ള കോളങ്ങളാണ് ഗ്രൂപ്പ്. അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ 17ാമത്തെ ഗ്രൂപ്പിനെ കുറിച്ച് പഠിച്ചായിരുന്നു. 17ാമത്തെ ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് ഹാലജൻസ് എന്നാണ്. 17ാം ഗ്രൂപ്പിനെ വിളിച്ചത് എന്താണ്? ഹാലജൻ കുടുംബം. ഞാൻ ലവണം ഉണ്ടാക്കുന്നു എന്നർത്ഥം വരുന്ന വാക്ക് ഫ്ലോറിൻ, ബ്രോമിൻ, ഐഡിൻ, അസ്പാർട്ടിൻ. അങ്ങനെ പഠിച്ചു. ഫ്ലോറിൻ, ബ്രോമിൻ, ഐഡിൻ, അസ്പാർട്ടിൻ, ഹാലജൻ. അല്ലെ? കുറച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞ മൂലകങ്ങളെല്ലാം ഉറയ്ക്കണം. ഫ്ലോറിൻ, ബ്രോമിൻ, ഐഡിൻ, അസ്പാർട്ടിൻ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 18ാം ഗ്രൂപ്പ്.
18ാം ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: അലസവാതകങ്ങളുടെ ഗ്രൂപ്പ്. ഇതിനകത്തുള്ള നമ്മളെ പോലെ ആയിരിക്കും അലസവാതകങ്ങളുടെ ഗ്രൂപ്പ്. അതിന് ഒരു ഉത്സാഹവും ഇല്ല, ഉന്മേഷവും ഇല്ല. അലസവാതകങ്ങളുടെ ഗ്രൂപ്പ്. പിന്നെ ഉത്കൃഷ്ടവാതകങ്ങളുടെ ഗ്രൂപ്പ്. ഉത്കൃഷ്ടവാതകങ്ങളുടെ ഗ്രൂപ്പ്, അലസവാതകങ്ങളുടെ ഗ്രൂപ്പ്, ഉത്കൃഷ്ടവാതകങ്ങളുടെ ഗ്രൂപ്പ്. പിന്നെ വേറെ രീതി പറയും പൂജ്യം ഗ്രൂപ്പ്. പൂജ്യം ഗ്രൂപ്പ്. അപ്പൊ അലസവാതകങ്ങളുടെ ഗ്രൂപ്പ്, ഉത്കൃഷ്ടവാതകങ്ങളുടെ ഗ്രൂപ്പ്, പൂജ്യം ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത് 18ാം ഗ്രൂപ്പിനകത്തുള്ള ഈ പറഞ്ഞ വാതകങ്ങളാണ്. ഇതെല്ലാം വാതകങ്ങളാണ്. 18ാം ഗ്രൂപ്പിനകത്ത് വരുന്നതെല്ലാം വാതകങ്ങളാണ്. എന്താണ് അലസവാതകങ്ങൾ? പ്രവർത്തിക്കാൻ ഈ പറഞ്ഞ മടി കാണിക്കും. എന്താണ് ഉത്കൃഷ്ടം? പ്രവർത്തിക്കേണ്ട കാര്യമില്ല. എന്താണ് പൂജ്യം ഗ്രൂപ്പ്? അവർക്കൊന്നും നേടാനുമില്ല, കൊടുക്കാനുമില്ല. അല്ലെ, ഒന്നും നേടാനുമില്ല, കൊടുക്കാനും. നേടുക എന്ന് പറഞ്ഞ രസതന്ത്രത്തില് നേടുക എന്ന് പറഞ്ഞാല് മൂലകങ്ങളുടെ കാര്യത്തിൽ നേടുക, നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞ ഇലക്ട്രോൺ ആണ്. അല്ലെ, ഏതൊരു മൂലകത്തിനും അതിന്റെ ബാഹ്യതമ ഷെല്ലില് 8 ഇലക്ട്രോൺ ഒപ്പിക്കണം, 8 ഇലക്ട്രോൺ നേടിയെടുക്കണം. എങ്ങനെയെങ്കിലും നമുക്ക് റാങ്ക് ലിസ്റ്റ് വരണം. അല്ലെ, അതുപോലെ ഈ പറഞ്ഞ ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം, ഈ പറഞ്ഞ മൂലകങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ എന്ത് ചെയ്യണം? നിറച്ചു വെക്കണം. അപ്പൊ ഒന്നിന് 7 കാണും, ഒന്നിന് ബാഹ്യതമ ഷെല്ലിൽ 7 കാണും. അപ്പൊ അത് ഓടി നടന്ന് വേറെ ആരെയെങ്കിലും ഒന്ന് വാങ്ങിക്കും. വാങ്ങുമ്പോ ആരെയായിരിക്കും വാങ്ങിക്കണം? ഒന്ന് കൂടുതലുള്ള ആളായിരിക്കും ഒന്ന് കൊടുക്കണേ. അല്ലെ, ഈ പറഞ്ഞ ചില ആൾക്കാരുടെ കയ്യിൽ 9 എണ്ണം കാണും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ 1 കൊടുത്ത് ഈ പറഞ്ഞ 8 ആക്കണം. അങ്ങനെയാണ്, അതിനു വേണ്ടിയിട്ടാണ് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. അങ്ങനെ രാസപ്രവർത്തനം ഏർപ്പെടുമ്പോൾ ഒന്നുകിൽ കൊടുക്കാൻ കാണും, അല്ലെങ്കിൽ വാങ്ങാൻ കാണും. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ ഈ മൂലകങ്ങളുടെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, അലസവാതകങ്ങളുടെ മൂലകങ്ങളുടെ കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഹ്യതമ ഷെല്ലിൽ ആവശ്യം വേണ്ട ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും. ബാഹ്യതമ ഷെല്ലിൽ ആവശ്യം വേണ്ട ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും. ഒന്നും കൊടുക്കാനുമില്ല, ഒന്നും വാങ്ങാനുമില്ല. അതുകൊണ്ട് അലസവാതകങ്ങളുടെ ഗ്രൂപ്പ്, ഉത്കൃഷ്ടവാതകങ്ങളുടെ ഗ്രൂപ്പ് കൊടുക്കാനുമില്ല, വാങ്ങാനുമില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ പൂജ്യം ഗ്രൂപ്പ്. അപ്പൊ അലസവാതകങ്ങളുടെ സംയോജകത എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം എത്രയാണ്? 0 എന്ന് പറയണം. സംയോജകത 0. അല്ലെ, അത് ഏതൊക്കെയാണ്? ഹീലിയം. ഏതാണ്? ഹീലിയം, നിയോണ്, ആർഗോണ്, ക്രിപ്റ്റോണ്, സിനോണ്, റെഡോൺ. ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ. അലസന്മാരാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇരിക്കുള്ളൂ. മറ്റത് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിനേറ്റ്, അസ്റ്റാറ്റിൻ ഭയങ്കര റിയാക്റ്റീവ് ആയിട്ടുള്ള മൂലകങ്ങളാണ്. ഇത് ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ. ആ രീതിയിൽ എടുക്കുക. അപ്പൊ ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ. അതിൽ ആദ്യത്തെ മൂലകം ഏതാ? ആദ്യത്തെ മൂലകം എന്ന് പറയുന്നത് ഹീലിയം. ആദ്യത്തെ മൂലകം എന്ന് പറയുന്നത് ഹീലിയം വാതകമാണ് കേട്ടോ, വാതകമാണ്. ഇതിന്റെ പ്രത്യേകതയായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഈ പറഞ്ഞ അന്തരീക്ഷ പഠനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ ഉപയോഗിക്കാം. അന്തരീക്ഷ പഠനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ നിറയ്ക്കാം. അന്തരീക്ഷ പഠനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ബലൂണ്, അല്ലെ, അന്തരീക്ഷ പഠനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ബലൂണിൽ ഈ പറഞ്ഞ എന്താണ്? ഈ വായുവിനേക്കാളും ഭാരം കുറവായതുകൊണ്ടാണ് ഈ പറഞ്ഞ ഒരു സാധനം ഈ പറഞ്ഞ വായുവിൽ എന്ത് ചെയ്യുന്നത്? പൊങ്ങി നിൽക്കുന്നത്. അല്ലെ, ഹൈഡ്രജനെ ഈ പറഞ്ഞ നിറച്ചാലും ബലൂണ് പൊങ്ങിപ്പോകും. പക്ഷെ ഹൈഡ്രജൻ നിറക്കാൻ പറ്റില്ല. ഹൈഡ്രജൻ നിറച്ചാലും മുകളിലോട്ട് പോകുന്നതോറും എന്ത് ചെയ്യുന്ന അറിയാമോ? ഈ പറഞ്ഞ ചൂട് പിടിച്ച് ഹൈഡ്രജൻ അങ്ങ് കത്തും. അപ്പം ബലൂണ് ഈ പറഞ്ഞ പോകും. അപ്പൊ അതുകൊണ്ട് അന്തരീക്ഷ പഠനങ്ങൾക്ക് ഉപയോഗിക്കും. പക്ഷെ പിള്ളേർ കളിക്കാൻ ഉപയോഗിക്കുന്ന ബലൂണുകളിലൊക്കെ ഏത് നിറയ്ക്കും? നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന ബലൂണിലൊക്കെ ഏതാ നിറയ്ക്കണം? മുകളിലോട്ട് പൊങ്ങി പോകുന്ന ബലൂൺ ഹൈഡ്രജൻ ആണ് നിറയ്ക്കുന്നത്. പക്ഷെ അന്തരീക്ഷ പഠനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ബലൂണുകളിൽ ഉപയോഗിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അതൊരു ഉത്കൃഷ്ടവാതകമാണ്. ആ ഉത്കൃഷ്ടവാതകം ഏതാണ്? ഹീലിയം. അലസവാതകമാണ്, 0 ഗ്രൂപ്പ് വാതകമാണ്. ഏതാണ്? ഹീലിയം. സാന്ദ്രത വളരെ കുറവാണ്. സാന്ദ്രത കുറവെന്ന് പറഞ്ഞാൽ വായുവിന്റെ 1/7 സാന്ദ്രത ഹീലിയത്തിനുള്ളൂ. വായുവിന്റെ 1/7 സാന്ദ്രത ഹീലിയത്തിനുള്ളൂ. അപ്പൊ പൊങ്ങിപ്പോകാൻ എളുപ്പമാണ്. 1/7 സാന്ദ്രത ഹീലിയത്തിനുള്ളൂ. അതുകൊണ്ട് വലിയ വിമാനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്ന വാതകവും ഹീലിയമാണ്. വലിയ വിമാനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്ന വാതകവും ഏതാണ്? ഹീലിയമാണ്. അപ്പൊ അത് അത്രയും ഓർക്കുക, ഹീലിയം. ഇനി അത് കഴിഞ്ഞിട്ടോ നിയോണിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഈ പറഞ്ഞ വൈദ്യുത ബൾബുകളൊക്കെ ഉണ്ടല്ലോ, വൈദ്യുത വിളക്കുകളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഈ പറഞ്ഞ നിറങ്ങളുള്ള വിളക്കുകളൊക്കെ കണ്ടിട്ടില്ലേ? ആ നിറങ്ങൾക്കൊക്കെ കാരണം ഓരോ മൂലകങ്ങൾക്ക് ചേർക്കുമ്പോഴാണ്, വേറെ ഓരോ വാതകങ്ങൾ ചേർക്കുമ്പോഴേ അതിനകത്ത് മാറ്റം വരും. വെള്ളം കിട്ടണമെങ്കിൽ മെർക്കുറി ചേർക്കണം, മഞ്ഞ കിട്ടണമെങ്കിൽ സോഡിയം ഈ പറഞ്ഞ് ചേർക്കണം. അതൊക്കെയാണ് നമുക്ക് പിന്നീട് ഒരു ക്ലാസ് പഠിക്കാം. തൽക്കാലം ഈ പറഞ്ഞ നിയോൺ നമുക്ക് വേണ്ട വിടാം. അത് കഴിഞ്ഞിട്ട് അടുത്തത് ആർഗോൺ. ഏതാണ്? ആർഗൺ അല്ലെങ്കിൽ ആർഗോൺ. ആർഗോൺ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ അലസൻ എന്നാണ്. അലസവാതകങ്ങളുടെ ഗ്രൂപ്പ് എന്നാണ് പൊതുവെ. പക്ഷെ അലസൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വാതകം ഏത് എന്ന് ചോദിച്ചാൽ അത് ആർഗോൺ. അലസൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉത്കൃഷ്ടവാതകം ആർഗോൺ. നമ്മുടെ അന്തരീക്ഷം നോക്ക്. അന്തരീക്ഷത്തില് ഏറ്റവും കൂടുതലുള്ള അലസവാതകം ഏത്?
അന്തരീക്ഷത്തിൽ ഈ പറഞ്ഞ ഈ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ആർഗൺ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകം അല്ലെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഓക്സിജനോ കത്താൻ സഹായിക്കുന്ന വാതകമാണ് അല്ലെ. കത്താൻ സഹായിക്കുന്ന വാതകമാണ്. കത്തേണ്ടത് നിങ്ങളാണ്. ഞാൻ കത്താൻ സഹായിക്കണം. ഞാൻ ഓക്സിജൻ, നിങ്ങൾ ഈ പറഞ്ഞ ഹൈഡ്രജൻ. നിങ്ങൾ കത്തണം. നിങ്ങൾ കത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഈ പറഞ്ഞ എനർജി അല്ലെങ്കിൽ കാര്യങ്ങളാണ് ഞാൻ നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ഓക്സിജൻ, നിങ്ങൾ ഹൈഡ്രജൻ. അതേസമയം PSC കത്തലിനെ നിയന്ത്രിക്കുന്ന ആൾക്കാരാണ്. കത്തലിനെ നിയന്ത്രിക്കുക. അങ്ങനെ കത്തണ്ട, അങ്ങനെ പെട്ടെന്നൊന്നും ജോലി വാങ്ങിക്കണ്ട. എല്ലാവർക്കും ഇവിടെ ജോലി കൊടുക്കാനില്ല. കത്തലിനെ നിയന്ത്രിക്കുന്ന വാതകമുണ്ട്, അതാണ് നൈട്രജൻ. കത്തലിനെ നിയന്ത്രിക്കുന്ന വാതകമാണ് നൈട്രജൻ. അന്തരീക്ഷത്തിൽ 78% നൈട്രജൻ ആണ്. അന്ന് ആലോചിച്ച് നോക്കി, 78% ഹൈഡ്രജൻ ആയി പോയിരുന്നെങ്കിൽ, 78% ഓക്സിജൻ ആയി പോയിരുന്നെങ്കിൽ കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. കത്തലിനെ നിയന്ത്രിക്കുന്ന വാതകമാണ് നൈട്രജൻ. കത്തുന്ന വാതകമാണ് ഏത്? ഹൈഡ്രജൻ. അപ്പൊ ഞാൻ ആർഗണിലോട്ട് വന്നത്, ആർഗൺ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള ഈ പറഞ്ഞ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ വായുവിന്റെ ഈ പറഞ്ഞ മിശ്രിതമാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകമാണ് ഏത്? ആർഗൺ. അപ്പൊ ആർഗൺ അലസൻ എന്നുള്ള പേര് അല്ലെ, അലസൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വാതകമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുണ്ട്, ഏതാണ്ട് 1% ഈ പറഞ്ഞ അന്തരീക്ഷത്തിലുള്ള ഒരു വാതകമാണ് ഏത്? ആർഗൺ എന്ന് പറയുന്ന വാതകം. പിന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ചോദ്യമാണ്, ബൾബിൽ നിറയ്ക്കും. ബൾബിൽ നിറയ്ക്കും. ബൾബ് എന്ന് പറഞ്ഞാൽ എല്ലാ ബൾബിലും നിറയ്ക്കാനൊന്നും പറ്റൂല. ബൾബ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഫിലമെന്റ് ഉള്ള ബൾബ്. ഫിലമെന്റ് ഉള്ള ബൾബ്. എല്ലാ ബൾബിനും ഫിലമെന്റ് കാണത്തില്ല. ഫിലമെന്റ് ഉള്ള ബൾബുകളിൽ നിറയ്ക്കുന്ന ഈ പറഞ്ഞ വാതകമാണ് ഏത്? ആർഗൺ. എന്ന് പറഞ്ഞാൽ ഫിലമെന്റ് ഉള്ള ബൾബിൽ മൊത്തത്തെ ആർഗൺ ഒന്നും ആയിരിക്കില്ല, 26%. ഇതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിലമെന്റിന് ഒരു ദോഷം വരില്ല. കാരണം എത്ര ചൂട് പിടിച്ചാലും ഈ പറഞ്ഞ ആർഗൺ എന്ത് ചെയ്യില്ല? റിയാക്ട് ചെയ്യില്ല. അതുകൊണ്ട് ഫിലമെന്റിന് ദോഷം വരില്ല. അപ്പൊ ബൾബിൽ നിറയ്ക്കുന്ന വാതകമാണ്, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ്, അലസൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന വാതകമാണ് ഏത്? ആർഗൺ. അപ്പൊ ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ വിടാം. ക്രിപ്റ്റോൺ വേണ്ട. സിനോൺ നമുക്ക് വേണം. സിനോൺ എന്ന് പറയുന്ന വാതകത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാല് ലേസർ സർജറി ലേസർ ഉപയോഗിച്ച് നടത്തുന്ന സർജറികളിൽ ഉപയോഗിക്കുന്ന വാതകമാണ്. ലേസർ സർജറികളിൽ ഉപയോഗമുള്ള വാതകമാണ് ഏത്? സിനോൺ എന്ന് പറയുന്ന വാതകം. അപ്പൊ ലേസർ സർജറികളിൽ സിനോൺ എന്ന് പറയുന്ന വാതകം ഉപയോഗിക്കുന്നു. നേത്ര സർജറികളിൽ, കണ്ണുമായി ബന്ധപ്പെട്ട സർജറികളിൽ സിനോൺ എന്ന് പറയുന്ന വാതകം ഉപയോഗിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സിനോണിന്റെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പകൽ വെളിച്ചം പോലെ ഈ പറഞ്ഞ വെളിച്ചം തരുന്ന വാതകമാണ്. പകൽ വെളിച്ചം പോലെ വെളിച്ചം തരാൻ പറ്റും. അതുകൊണ്ട് ഫിലിം പ്രൊജക്ടറുകളിലൊക്കെ ഈ പറഞ്ഞ ഫിലിം പ്രൊജക്ടറിലൊക്കെ ഉപയോഗിക്കുന്ന വാതകമാണ് ഏത്? സിനോൺ. ഫിലിം പ്രൊജക്ടറുകളിൽ ഉപയോഗിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ വണ്ടികളുടെ ആർക്ക് ലാമ്പായിട്ട് ഉപയോഗിക്കാം. ഫിലിം പ്രൊജക്ടറുകളിൽ ഉപയോഗിക്കാം. ലേസർ ഈ പറഞ്ഞ സർജറികളിൽ ഉപയോഗിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നേത്ര സർജറിക്ക് ഉപയോഗിക്കാവുന്ന അലസവാതകമാണ്. ഇതാണ് ഏത്? സിനോൺ. പിന്നെ വേറൊരു വാതകമാണ് റെഡോൺ. ഏത്? റെഡോൺ. ഏറ്റവും ഭാരം കൂടിയ വാതകം, ഏറ്റവും സാന്ദ്രത കൂടിയ വാതകം. അല്ലെ. ഡെൻസസ്റ്റ് ഗ്യാസ് ആണ് ഏത്? റെഡോൺ. അല്ലെ. റേഡിയോ ആക്റ്റീവ് ആണ് അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അസ്റ്റാറ്റ് റേഡിയോ ആക്റ്റീവ് എന്ന് പറഞ്ഞതുപോലെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള അലസവാതകമാണ് ഏത്? റെഡോൺ. അല്ലെ. ഏറ്റവും സാന്ദ്രത കൂടിയ വാതകം എന്ന് ചിലപ്പോ നോക്കുമ്പോ പരീക്ഷയ്ക്ക് നിങ്ങൾ റെഡോൺ തപ്പും, ചിലപ്പോ കാണൂല. അവിടെ ഈ പറഞ്ഞ ടങ്സ്റ്റൺ ഹെക്സാ ഫ്ലൂറൈഡ് എന്ന് പറയുന്ന ഒരു വാതകം കൊടുത്തേക്കും. ടങ്സ്റ്റൺ ഹെക്സാ ഫ്ലൂറൈഡ്. അപ്പൊ അത് നമ്മൾ പഠിച്ചതിന്റെ കുഴപ്പമാണ്. ടങ്സ്റ്റൺ ഹെക്സാ ഫ്ലൂറൈഡ് ഏറ്റവും സാന്ദ്രതയുള്ള വാതകം ടങ്സ്റ്റൺ ഹെക്സാ ഫ്ലൂറൈഡ്. അതാണ് അതിന്റെ ശരി. ഏറ്റവും സാന്ദ്രതയുള്ള വാതകം എന്ന് ചോദിച്ചാൽ ടങ്സ്റ്റൺ ഹെക്സാ ഫ്ലൂറൈഡ്. അപ്പൊ റെഡോണോ? റെഡോണ് ശരി. വേറെ രീതി ചോദിക്കണം. ഏറ്റവും ഭാരം കൂടിയ മൂലക വാതകം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടങ്സ്റ്റൺ ഒരു മൂലകം അല്ലെ, ഫ്ലൂറൈഡ് ഒരു മൂലകം. അപ്പൊ എത്ര മൂലകങ്ങളുണ്ട്? 2 2 മൂലകങ്ങൾ സംയോജിച്ച വാതകമാണ്, ഒരു സംയുക്താവസ്ഥയാണ് അല്ലെ. അപ്പൊ അതാണ് അങ്ങനെ ചോദിക്കാലോ. മൂലകവാതകങ്ങളിൽ ഈ പറഞ്ഞ ഓരോ മൂലകമായിട്ടുള്ള ഓക്സിജൻ ഒരു മൂലകവാതകമാണ്, ഈ പറഞ്ഞ ഏതാണ് നൈട്രജൻ ഒരു മൂലകവാതകമാണ്, ആർഗോൺ ഒരു മൂലകവാതകമാണ്, ക്ലോറിൻ ഒരു മൂലകവാതകമാണ്. അതുപോലെ ഈ പറഞ്ഞ മൂലകവാതകങ്ങളിൽ ഏറ്റവും സാന്ദ്രത കൂടിയതാണ്. ആവർത്തന പട്ടികയിലുള്ള മൂലകങ്ങളിൽ ഏറ്റവും സാന്ദ്രത കൂടിയ വാതകമാണ് ഏത്? റെഡോൺ. ഏറ്റവും സാന്ദ്രത കൂടിയ വാതകം എന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ ചോദിക്കുമ്പോൾ ടങ്സ്റ്റൺ ഹെക്സാ ഫ്ലൂറൈഡ് എന്നാണ്. അപ്പൊ ഇതാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. രസതന്ത്രത്തിന്റെ കുറച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അത് കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഈ പറഞ്ഞ് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരും. കഴിഞ്ഞ ക്ലാസ്സുകൾ നൽകിയ ആ പറഞ്ഞ സപ്പോർട്ട് തുടർന്ന് തരണം എല്ലാവർക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറയണം. അപ്പൊ ലൈക്ക് ചെയ്യണം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം.